ഹായ്, ടൈം എഞ്ചിനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് ഡോട്ട് പെണ്ണിൻ്റെ മഷി എങ്ങനെ കളയാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇതേപോലെ പേനയൊക്കെ ലീക്കായി ബോക്സിൻ്റെ അകത്തും പേനയിലും കയ്യേലും യൂണിഫോമിലും ഒക്കെ ഇതേപോലെ മഷിയൊക്കെ ആക്കിയിട്ടായിരിക്കും വരുന്നത്. അതെങ്ങനെ കളയാമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ല. ഇന്നത് കളയാനുള്ള ഒരു ട്രിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യമേ നമ്മുടേതായ സാധാരണ രീതിയിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പോൾ ഇതായി ബോക്സിൻ്റെ അകത്ത് നിറച്ച് മഷി പറ്റിയിരിക്കുകയാണ്. ഡോട്ട് പെന്നിൻ്റെ മഷി വലിയ പാടാണ് പോകാനായിട്ട്. നമ്മൾ എത്ര തൂത്താലും അത് പോകത്തുമില്ല, ഒന്നുമില്ല. നമുക്ക് ഇതൊരു ആദ്യം ഇത് പഠിക്കുന്നുള്ള ഒന്ന് നമുക്ക് കഴുകി നോക്കാം. നമുക്ക് അതിനായിട്ടൊരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഹാൻഡ് വാഷും കൂടി ഇട്ട് ഒന്ന് ഉരച്ച് നോക്കാം. പോകുകയില്ലോ എന്ന് നോക്കണമല്ലോ, എന്നിട്ട് വേണമല്ലോ അടുത്ത കാര്യത്തിലേക്ക് പോകാൻ. ശകലിച്ച പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് നോക്കാം. ഒരു ശകലമേ പോയിട്ടുള്ളല്ലോ, ബാക്കി പോയിട്ടില്ല. അപ്പം മൊത്തം സോപ്പിട്ട് കഴുകി കളയാൻ പറ്റത്തില്ല, അതെന്തായാലും ഉറപ്പായി. ഇവിടെയാണ് നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഉപയോഗം നമുക്ക് മനസ്സിലാകുന്നത്. സാനിറ്റൈസർ നമ്മൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കോവിഡ് കാലത്തായിരുന്നു. കോവിഡ് കാലത്ത് എപ്പോഴും നമ്മൾ കയ്യിലും ഒക്കെ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നൊരു സാധനമാണ് ഇത്. 10-20 രൂപയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടും. അങ്ങേറ്റം പോയി 30 രൂപയാണ്. ചെറിയൊരു സാനിറ്റൈസറിന് അത്ര രൂപയാകത്തുള്ളൂ. ഇപ്പോഴും ഇത് കിട്ടും, അവൈലബിൾ ആണ്, ഷോപ്പുകളിലൊക്കെ ഉണ്ട്. ഇത് കൊണ്ട് നമുക്ക് ഈ മഷി കളയാൻ പറ്റുമോ ഇല്ലോ എന്നുള്ളത് നോക്കണ്ടേ. ഇതുകൊണ്ട് നമുക്ക് മഷി എന്തായാലും കളയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കാം. നല്ല ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് അതിൽ ഇച്ചിരി സാനിറ്റൈസറൊക്കെ സ്പ്രേ ചെയ്ത് നമുക്ക് ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് ആ ബോക്സ് ഒന്ന് തുടച്ച് നോക്കാം. ആ മഷിയുള്ള ഭാഗം തുടച്ച് ആ മഷി നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, കൊള്ളാം. സാനിറ്റൈസർ നല്ല എഫക്റ്റുള്ളൊരു സാധനമാണ്, മനസ്സിലായി. സാനിറ്റൈസറിൻ്റെ അടുത്തൊരു ഉപയോഗമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. മഷിയെല്ലാം ടിഷ്യൂ പേപ്പർ പിടിക്കുന്നുണ്ട്. നല്ല എഫക്റ്റ് തന്നെയാണ് സാനിറ്റൈസറിന്. ഒരു ശകലം കൂടി ഉണ്ട് പോകാൻ. നമുക്കത് സാനിറ്റൈസർ അതിലോട്ട് സ്പ്രേ ചെയ്താൽ ഇനിയിപ്പം ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്നുകൂടെ തുടച്ച് വൃത്തിയായിട്ട് നോക്കാം. അടിപൊളി, നല്ല ക്ലീനായിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ ബോക്സുമായിട്ട് പിള്ളേർക്ക് രാവിലെ പോകാം. ഇപ്പം അതിൻ്റെ അകത്ത് നമുക്ക് നേരത്തെ 2 പേന ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് മഷിയൊക്കെ പറ്റി ആകെ അലങ്കോലമായിരുന്നത്. അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. സാനിറ്റൈസർ എടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് ഇതാ മഷി പറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ എഴുതുന്ന കറക്റ്റ് നമ്മൾ പിടിക്കുന്ന സ്ഥലത്താണ് മഷി പറ്റിയിരിക്കുന്നത്. അതൊക്കെ വീണ്ടും ഇളകി കയ്യിലൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. ആ ടിഷ്യൂ പേപ്പറിൽ അത് സ്പ്രേ ചെയ്ത് നമുക്ക് അതുകൊണ്ട് റബ്ബ് ചെയ്ത് നോക്കാം. അടിപൊളി, അതും പോയി. ഓക്കെ, ഇവിടെ നമ്മുടെ ടൈലിട്ട തറയിൽ കുറച്ച് മഷിയും കൂടെ വീണിട്ടുണ്ട്. അതും ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സാനിറ്റൈസർ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ? സ്പ്രേ ചെയ്തപ്പോൾ തന്നെ മഷിയെല്ലാം നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് തൂത്ത് അത് വൃത്തിയാക്കാം. നല്ല ക്ലീനായിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല എഫക്റ്റ് ഉണ്ട്. നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് പോരും കേട്ടോ, ഉറപ്പാണ്. സാനിറ്റൈസർ കൊണ്ട് ഇങ്ങനെയുള്ള ഉപയോഗം നിങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായാലും അത് ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ തറയും വൃത്തിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.